ശ്രീമന്നാരായണീയം ദശകം 2 ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും. ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീദബാഷ്പവിസരൈർ ആനന്ദമൂർച്ഛോദ്ഭവൈ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, മഹാലക്ഷ്മി ഭഗവാനോടുള്ള അനുരാഗം മൂലം ഭഗവാനെ വിട്ടുപിരിയാതെ സദാ കൂടെ നിൽക്കുകയാണ്. എന്നാൽ ഭഗവാന്റെ ധ്യാനത്തിലും ഭഗവാന്റെ കഥകളെ പാടി പുകഴ്ത്തുന്നതിലുള്ള ആ താല്പര്യവും കൊണ്ട് ഭഗവത് ഭക്തന്മാരായി തീർന്നിട്ടുള്ളവരുടെ അടുത്ത് ഭഗവതി തൻ്റെ പ്രിയതമന്റെ കഥകൾ കേൾക്കുവാനുള്ള ആ ഒരു താല്പര്യം കൊണ്ട് ഇങ്ങനെ നിൽക്കും. ഏവം ഭൂത, ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന മനോജ്ഞത എന്ന് പറഞ്ഞാൽ ഇവിടെ സൗന്ദര്യം. നവസുധാ നിഷ്യന്ത സന്തോഹനം. നവസുധ, സുധ എന്ന് പറഞ്ഞാൽ അമൃതം, പുതിയ അമൃതത്തിന് ഉറവിടവും പരചിദ്രസായനമയം, മയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിറഞ്ഞത്, പരബ്രഹ്മരസായനവും. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന സൗഭാഗ്യമാകുന്ന പുതിയ അമൃതിന് ഉറവിടവും, ആ അമൃതിന്റെ ഉറവിടവും പരബ്രഹ്മരസായനവും ചേതോഹരം മനോഹരവുമായ ത്വത് രൂപം നിന്തിരുവടിയുടെ ആ രൂപം. ശൃണ്വതാം, കേൾക്കുന്നവരുടെ, ഭഗവാന്റെ ആ സത്കഥകളെല്ലാം, നല്ല കഥകളെല്ലാം പറയുന്നത് കേൾക്കുന്നവരുടെ ആ മതിം, ബുദ്ധിയെ, മനസ്സിനെ സദ്യ പെട്ടെന്ന് പ്രേരയതേ, പ്രേരിപ്പിക്കുകയും അവരറിയാതെ തന്നെ പ്രേരിപ്പിക്കുകയും. ഭഗവത് കഥകൾ കേൾക്കുന്നവർക്ക്, ഭഗവത് ഭക്തന്മാരുടെ സാമീപ്യം ഉണ്ടാകുന്നവർക്കെല്ലാം ഭഗവത് ഭക്തി തനിയേ ഉണ്ടായി വരും. ഇപ്പൊ ഇവിടെ സൗഭാഗ്യം, ഐശ്വര്യം, എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞ ആ പരബ്രഹ്മമാകുന്ന ഭഗവാന്റെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ആ രൂപം, ഭഗവാന്റെ ആ കഥകൾ, ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിനെ അവരറിയാതെ തന്നെ ഭക്തിയിലേക്ക് കൊണ്ടുപോകും. പിന്നെയോ മതയതേ, മതിപ്പിക്കുകയും ആനന്ദവിവശമാക്കുകയും ചെയ്യും അവരുടെ മനസ്സ്. അംഗകം, ശരീരത്തിനെ, ദേഹം മുഴുവനും രോമാഞ്ചയതി, രോമാഞ്ചമണിയിക്കുകയും. ആനന്ദമൂർച്ഛ ഉദ്ഭവൈ, അടക്കാനാവാത്ത ആനന്ദം കൊണ്ടുണ്ടാകുന്ന ശീതബാഷ്പ വിസരൈ, വിസരം എന്ന് പറഞ്ഞ പ്രവാഹം, ശീതബാഷ്പ വിസരൈ, കുളിർത്ത കണ്ണീരില്, അടക്കാനാവാത്ത ആനന്ദം, സന്തോഷം വരുമ്പോൾ കണ്ണുനീരൊഴുകും, ആനന്ദ കണ്ണീര്. ആ കണ്ണീരില് ആറാടിക്കുകയും വ്യാസിഞ്ചതി അഭി, നനഞ്ഞ് കുളിപ്പിക്കുകയും ചെയ്യുന്നു. ആ ശരീരത്തെ രോമാഞ്ചമണിയിപ്പിച്ച് ആനന്ദപരവശമാക്കി ആനന്ദ കണ്ണീരൊഴുക്കി ആ കുളിർത്ത കണ്ണീരില് ആറാടിക്കുകയും ചെയ്യുന്നു. ഇവിടെ
ദുഃഖം മൂലമുണ്ടാകുന്ന കണ്ണീരാണെങ്കിൽ അത് ചുടുകണ്ണീരാണ്. ഇവിടെ കുളിർത്ത കണ്ണീരിൽ എന്ന് പറയുന്നത് പരമാനന്ദം കൊണ്ടുണ്ടാകുന്ന കണ്ണീരാണ്. ആ കണ്ണീരിന് തണുപ്പാണ്. അപ്പൊ ഇവിടെ ആ ഭഗവാനോടുള്ള ആ ഭക്തി മൂലം മേൽപ്പത്തൂരിവിടെ പറയുക, ദേഹം മുഴുവനും രോമാഞ്ചമണിയിക്കുക. അതായത് ദേഹം മുഴുവനും ഒരു തൈലം പുരട്ടിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ആനന്ദം കൊണ്ടുണ്ടാകുന്ന ആ കണ്ണീര് കൊണ്ട് ധാര കോരുക, ശരീരത്തിന് ധാര കോരുക. അതുപോലെ മനസ്സിനെ ഇവിടെ പരബ്രഹ്മ രസായനമായിട്ടുള്ള ഭഗവാന്റെ ആ കഥകളെല്ലാം രസായനം കഴിക്കുന്നത് പോലെ അനുഭവിക്കുക. ഇതെല്ലാം കൊണ്ട് ഉത്തമ ഭക്തിയുടെ ആ സ്വരൂപത്തെയാണ് ഇവിടെ പറയുന്നത്. ശ്രവണം, മനനം തുടങ്ങിയിട്ടുള്ള കാര്യം കൊണ്ട്, ആനന്ദപുഷ്പം, പുളകം മുതലായവ കൊണ്ട്, ഇവയെല്ലാം കൊണ്ട് ശരീരമാസകലം രോമാഞ്ചമണിഞ്ഞുകൊണ്ട് ഒരു തൈലം പുരട്ടിയ അവസ്ഥയിൽ, ധാര കോരുന്ന അവസ്ഥയിൽ, കണ്ണുനീർ പ്രവാഹം, രസായനം കുടിച്ച പോലെ കഴിച്ച പോലെ ഭഗവത് കഥകൾ കേൾക്കുക. ഇതെല്ലാം ഇവിടെ അനുഭവിക്കുകയാണ് മേൽപ്പത്തൂര്. രോഗത്തിനുള്ള ചികിത്സകൾ പോലെ ആണ് ഇവയെല്ലാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.